അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അതിനകത്ത് ഞാൻ ചക്ക മുറിക്കുന്നതൊന്നും കാണിച്ചില്ല. അപ്പം ചക്ക മുറിക്കുന്ന ഭാഗമായി കാണുന്നത്. അപ്പോൾ ഒരു ചക്ക നമ്മൾ മുളത്തെ വീട്ടിൽ കൊടുത്തേ. അപ്പോൾ 2 ചക്ക ഞങ്ങളെടുത്ത് അമ്മ മുറിച്ചപ്പോഴേ അത് ഞങ്ങൾക്കെടുത്ത് തരുമോ കേട്ടോ. അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതേ ഒത്തിരി നല്ലതായിട്ട് വിളഞ്ഞിട്ടില്ല, പക്ഷേ വേവിക്കാനും വറക്കാനും ഒക്കെയുള്ള പരുവമായിട്ടുണ്ട്. നമ്മളന്നേരം അതിൻ്റെ ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് കിടക്കും. അതെ ചിഹ്നം മുറിച്ച് വെച്ചു. അത് ഞാനാട്ടോ അങ്ങനെ മുറിച്ചത്. അപ്പോൾ ചകിണിയോടുകൂടി ഒരു സെക്ഷൻ പറക്കിയിടുക. ഇത് മകേഷാണേ. ഞങ്ങളിവിടെ ചക്ക കൊണ്ടുവന്ന ഏകദേശം ഞങ്ങൾ 3 പേരൂടെ ചക്ക ഒരുക്കുന്നത്. അതെ ഞാൻ അരിഞ്ഞു വെച്ചു. അപ്പം നമ്മൾ നേരെ ഇത് ചക്ക വേവിക്കാനായിട്ട് അങ്ങ് പോവാം. അപ്പം ബാക്കിയുള്ള ചക്കക്കുരു ഒരുക്കലും ബാക്കി ചക്കയുടെ പരിപാടിയൊക്കെ അവർ നടത്തട്ടെ, നമുക്കപ്പം ചക്ക വേവിക്കാം. അപ്പം ഞാൻ ചക്ക വേവിക്കാൻ എടുക്കുന്ന ഐറ്റംസാണ് ഇത്. തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക്, ഒരിച്ചിരി മുളക് പൊടി, കറിവേപ്പില ഇഷ്ടം പോലെ വാരിയിട്ടോ, പിന്നെ കുരുമുളക്, ഉപ്പ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ ഞാനിത് പറയുന്നത്. നമ്മൾ ഓൺ വീഡിയോയിലല്ലല്ലോ. അപ്പോൾ ഒരു കാര്യം അബദ്ധം പറ്റിയ ഒരു മണ്ടത്തരം ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്തുവാന്ന്? ജീരകം ഇട്ടില്ല. അപ്പം നമ്മൾ ആ മിക്സിയില്ല, ചതച്ച് ആ മിക്സിയുടെ ജാറ് അതിനകത്ത് നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു. എൻ്റെ ഒരു അളവ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നല്ലതായിട്ട് ആവി കയറിയിട്ട് നമുക്കൊന്ന് ഇളക്കിയിടാം. നല്ലതായിട്ട് ആവി കയറി. ഞാൻ അന്നേരം ചക്കയൊന്ന് ഇളക്കിയിട്ടായിരുന്നു കേട്ടോ. പതുക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് നമ്മുടെ അരപ്പൂടെ അങ്ങോട്ടിട്ട് ഒന്നുകൂടെ അടച്ച് നമുക്ക് നല്ലതായിട്ട് വേവിക്കാം. ഇതിപ്പോൾ ഒരു ഏകദേശം ചക്ക വേവിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ ഇട്ട് വരുന്നത് എപ്പോഴാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്ക് മീനില്ല, ഉണക്കമീൻ വറുത്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് വൈകിട്ട് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കറി വെച്ചിട്ടേ ഞാൻ ചക്ക വിളമ്പുന്ന കാണിക്കത്തുള്ളൂ കേട്ടോ. അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് 3-4 വീഡിയോ കിട്ടുമല്ലോ. ഒരു ചക്കയിൽ തന്നെ ഒരു 5-6 വീഡിയോ ഇടാം. ചക്ക നല്ലതായിട്ട് വെന്തേ, നല്ല പുട്ടുപോലെ വെന്ത്. അപ്പം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ആവിയിൽ ഒന്നും കൂടെ വെക്കും. വീഡിയോ ഞാൻ പെട്ടെന്ന് എടുക്കുന്ന കേട്ടോ. അപ്പം പിന്നെ ഇത് കണ്ടോ, തുടുപ്പ്. ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുന്നത്. എനിക്ക് നമ്മുടെ നാട്ടിൽ പറയുന്നേ അറിയത്തുള്ളൂ, തുടുപ്പ്. അച്ഛനാണെങ്കിൽ ഈ തെങ്ങിൻ്റെ തടി ചീകി ഉണ്ടാക്കി തന്നതാട്ടോ. അത് വെച്ച് നല്ലതായിട്ട് കുഴച്ചങ്ങോട്ട് എടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മളിത് വാങ്ങി താഴെ വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും കൈക്കല തുണിയില്ലേ, എന്താ പറയുന്നത്, തട, അത് പിടിച്ച് ഇങ്ങനെ കാല് വെച്ച് ചവിട്ടി കുഴച്ചെടുക്കുന്നത്. പക്ഷേ വീഡിയോ ആയതുകൊണ്ട് ഞാൻ പണിപ്പെട്ട ചക്ക ഇങ്ങനെ കുഴച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഉപ്പുണ്ടോ നോക്കട്ടെ. പണ്ട് എൻ്റെ കൊച്ചിലെയൊക്കെ ഇങ്ങനെ കപ്പയും ചക്കയൊക്കെ ഇളകുമ്പോൾ ഇങ്ങനെ ഇത്രയും തുടുപ്പി തോണ്ടി തരുമായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനിപ്പോഴും അങ്ങനെയൊക്കെ തിന്നും കേട്ടോ. അപ്പോൾ ഓക്കേ.